സ്നേഹമുള്ളവരെ, ഇന്ന് യഥാർത്ഥത്തിൽ തിരുസഭ വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ജനുവരി 25. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തര കഥ വായിച്ചത്. സുവിശേഷം തീർച്ചയായിട്ടും നമുക്ക് സുപരിചിതമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന യേശുവിൻ്റെ കൽപ്പന. ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ചിന്തയായിട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ ആ കഥയിൽ നിന്ന് ഒരു ചെറിയ ഒരു സന്ദേശം പറയാനാണ് ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനെ നമുക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം യഹൂദനായിരുന്നു. ആ യഹൂദ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ച ആളാണ്. അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ദമാസ്കസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു അടി കിട്ടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം തള്ളിയിട്ടു. പിന്നെ കാര്യങ്ങൾ മാറി. അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി. പിന്നെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വലിയൊരു അപ്പോസ്തലനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ കഥ. വാസ്തവത്തിൽ ഞാൻ ആലോചിക്കായിരുന്നു, ഇതൊരു മാനസാന്തരത്തിൻ്റെ കഥയാണ്. പക്ഷേ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം എപ്പോൾ എങ്ങനെ ഇടപെടും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടും. ഇനി എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ലോട്ടറി അടിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത. നമുക്കത് ഒന്നും നിശ്ചയിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ദൈവം ദൈവത്തിൻ്റെതായിട്ടുള്ള സമയത്ത് ഇടപെടുന്നു. അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കുന്നു. വാസ്തവത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒന്നും ചോദിച്ചിട്ടല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാത ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ പാതയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുവരുവാൻ യേശു തന്നെ നേരിട്ട് ഇടപെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാര്യമോ, നമ്മൾ കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് നിരന്തരം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ ആമുഖത്തിൽ നമ്മൾ കേട്ടു. ഒത്തിരിയേറെ നമ്മുടെ സഹോദരങ്ങൾ അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, അപേക്ഷകൾ യഥാർത്ഥത്തിൽ വച്ചുകൊണ്ട് വിശുദ്ധ യൂദാഥയോസിന്റെ മാധ്യസ്ഥത വഴി ദൈവത്തോട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ആവശ്യത്തിൻ്റെ ഉടമകളാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ദൈവത്തോട് പറയാൻ. നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, ഞാനിതെല്ലാം ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും കൂടുതൽ ദൈവത്തോട് അടുത്തിട്ടും ഇത്രയേറെ മുട്ടിന്മേലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇത് കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്ന് ചിലപ്പോഴെങ്കിലും സംശയത്തോടെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന അവസരങ്ങളുണ്ട്. എന്നെ പ്രിയ സഹോദരരെ, എപ്പോഴാണ് ദൈവത്തിൻ്റെ സമയം എന്ന് നമുക്ക് നിശ്ചയമില്ല. നമ്മൾ നിരന്തരം ദൈവത്തോട് നമ്മുടേതായിട്ടുള്ള ആ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിരന്തരം അവിടത്തോട് കേണപേക്ഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം എല്ലാം ശുഭമാക്കി തീർക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം എല്ലാം ശുഭമാക്കി തീർക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന്റെ കഥ ഞാൻ വേറൊരു രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹം ഒന്നും യാചിച്ചിട്ടല്ല ദൈവം ഇടപെട്ടത്. മറിച്ച് ദൈവം അവനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇടപെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഓരോരോ അവസ്ഥകളിൽ പലപ്പോഴും നമ്മൾ ദുഃഖിതരാണ്, നിരാശരാണ്, ഒത്തിരിയേറെ പ്രതീക്ഷയില്ലാത്ത നിസ്സഹായതയുടെ അവസ്ഥയിലൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടാകും. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു വലിയ ബലമാണ്, വലിയൊരു ശക്തിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം ഇടപെടും. ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയാറുണ്ട്, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. അതായത് ഏറ്റവും നല്ലത് ഇനി വരാൻ
കിടക്കുന്നതേയുള്ളൂ എന്നാണ്. ഏറ്റവും നല്ലത് ഇനി വരാൻ കിടക്കുന്നതേയുള്ളൂ, അതിന് സമയമുണ്ട് എന്നാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇന്നലകളിൽ ഒത്തിരിയേറെ പ്രയാസങ്ങൾ, ഇന്നലകളുടെ പ്രയാസങ്ങൾ, ഭാരങ്ങൾ പേറുന്നവരാണ്. ഇന്നിൻ്റെതായിട്ടുള്ള ഭാരങ്ങൾ പേറുന്നവരാണ്. അത് രോഗമാകാം, അത് ആപത്താകാം, മരണമാകാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാകാം, തൊഴിലില്ലാതെ അന്വേഷിച്ച് നടക്കുന്ന ആ സ്ഥിതിവിശേഷമാകാം. ഓരോരോ ഭാരങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരും വിചാരിക്കുന്നത് എനിക്ക് മാത്രമാണ് ഈ ഭാരങ്ങൾ, മറ്റുള്ളവരെല്ലാം വളരെ സുഖമായിട്ട് ജീവിക്കുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഈ ചിന്തിക്കുന്ന ആളെ കുറിച്ച് മറ്റൊരാൾ ചിന്തിക്കുന്നതോ, അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു, എനിക്കാണ് ഈ ഭാരം, എനിക്കാണ് ഈ കുരിശ്, എനിക്കാണ് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും യാതനകളും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒരിക്കല് ഒരു ശിഷ്യൻ ഗുരുവിനോട് വന്ന് ചോദിച്ചു, ഗുരു, എക്കാലവും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം, ഒരിക്കലും ദുഃഖമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ജീവിക്കുവാനുള്ളൊരു വരം എനിക്ക് തരണം. അപ്പോ ഗുരു ശിഷ്യനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, നീ എന്നും സന്തോഷവാനായിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും, ദൈവവും ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് കടുക് മേടിച്ചിട്ട് വന്നു. ഇയാള് ചോദിച്ചു, ഞാൻ ജീവിതത്തിൽ എല്ലാ ദിവസവും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോഴേ ഗുരു പറയുന്നത് എന്താണ്, ഒരു വീട്ടിൽ പോയി കുറച്ച് കടുക് മേടിച്ചുകൊണ്ട് വരാൻ. അപ്പൊ ഗുരു പറഞ്ഞു, കടുക് മേടിച്ചാൽ പോരാ, ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, ഒരു വ്യവസ്ഥ ഇതാണ്. നീ ഈ കടുക് മേടിക്കുന്ന വീട്ടിൽ ഒരു തരത്തിലുള്ള യാതനയും പാടില്ല, ദുഃഖവും പാടില്ല, ഒരു ദുരിതങ്ങളും പാടില്ല, എല്ലാം ശുഭമായിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് വേണം നീ ഈ കടുക് മേടിച്ച് കൊണ്ടുവരേണ്ടത്. ഈ ശിഷ്യൻ വിചാരിച്ചു, എന്തായാലും എവിടെയെങ്കിലും ഇത് ഒരു വ്യവസ്ഥയുണ്ട്, ഈ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നല്ല വീടുകളിൽ എവിടെയെങ്കിലും പോയി കുറച്ച് കടുക് മേടിച്ചു വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ യാത്ര തുടങ്ങി. യാത്ര കുറേ നടന്ന് അത് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇയാള് ഗുരുവിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ഗുരു, എന്തായാലും അങ്ങ് പറഞ്ഞ കടുകുകൾ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങ് പറഞ്ഞ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരു വീടെയും ഞാൻ കണ്ടില്ല. എന്നിട്ട് ഗുരു പറഞ്ഞു, ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ആ വിഷയം പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി. ഗുരു അയാളായിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മോനെ, ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖങ്ങളുടെ സമ്മിശ്രമാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇത് രണ്ടുമുണ്ട്. അത് പല വിധത്തിലാകും, പല രീതികളിലാകും. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരിടവും നമ്മൾ ഒരിടവും കാണില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും മറ്റുള്ളവർക്ക് എല്ലാവരും ഓക്കെയാണ്, ഞാൻ മാത്രം ഓക്കെ അല്ല എന്നാണ്. ഈ കവിവാക്യുണ്ടല്ലോ, അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കതുതാൻ കാരാഗ്രഹം. ഇതെന്റെതല്ല, കവിവാക്യാണ്. അതായത് അകലെ കാണുമ്പോൾ സുന്ദരമായിട്ടെല്ലാം തോന്നും, നമ്മൾ എന്നിട്ട് വിചാരിക്കും അവർക്കെല്ലാം സുന്ദരമായിരിക്കുന്നു, അവരെല്ലാം നന്നായി ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ 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 എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കും. സത്യത്തിൽ നമ്മൾ അവിടെ പോയി ഒന്നുള്ളിൽ കയറി ആ വീട്ടിന്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, കർത്താവേ ദൈവത്തിന് നന്ദി, ഞാൻ എത്രയോ ഭേദം എന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട്, അവരുടെ സങ്കടങ്ങളുടെ കഥ, അവരുടെ വ്യഥകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, അവരുടെയൊക്കെ ഓരോരുത്തർക്കും ഒരു കഥ പറയാനുണ്ട്. അപ്പോഴാണ് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത്, കർത്താവേ ഞാൻ എത്രയോ ഭാഗ്യവാനാണ്, എത്രയോ ഭാഗ്യവതിയാണ്, ദൈവമേ നിനക്ക് സ്തുതി, നന്ദി, സ്തോത്രം എന്ന് നമ്മൾ പറയും. പിന്നെ പ്രിയ സഹോദരരെ, അതെ, ഒന്നും ഒരു അവസാനമല്ല. നമ്മുടെ ഈ വേദനകൾ, നമ്മുടെ ഈ യാതനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ കടന്നു പോകും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ, കർമ്മങ്ങൾ കഠിനാധ്വാനത്തോടെ, ത്യാഗത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. ദൈവം തീർച്ചയായിട്ടും ദൈവത്തിന്റെ സമയത്ത് ഇടപെടും, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, എല്ലാം ശുഭമാക്കി തീർക്കും. ആ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്.
അതാണ് വിശ്വാസം. എല്ലാം ഉണ്ടായിട്ട് ഒരാൾ വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യം എന്ത്? പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ആ ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരുന്ന് അത് സാധ്യമാക്കുകയാണ് വിശ്വാസം ചെയ്യുന്നത്. നമ്മൾ കാത്തിരിപ്പോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ദൈവത്തോട് യാചിക്കുന്നത് എന്തിനും ദൈവം മറുപടി, ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതെ, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഏറ്റവും നല്ലത് വരാനിരിക്കുന്നതേയുള്ളൂ. ഇത് എപ്പോഴും നമ്മളെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അയാൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഈ സാവൂൾ പൗലോസായി മാറി. ഏത് ദുരവസ്ഥയിൽ നിന്നും മനുഷ്യനെ ദൈവത്തിന് മാറ്റാൻ കഴിയും, ഉയർത്താൻ കഴിയും, ഉയർത്തെണീപ്പിക്കാൻ കഴിയും, അവനെ ഉയർപ്പിലേക്ക് നയിക്കുവാൻ സാധിക്കും. ഈ ഒരു ഉറച്ച വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. ഇനി ഈ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ യൂദാഥദേവൂസ് എല്ലാവരോടും പ്രഖ്യാപിച്ചത്, എല്ലാവരോടും പ്രഘോഷിച്ചത്. ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ വായിച്ചു കേട്ടതും അതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്താണ് ഈ സുവിശേഷം? ക്രിസ്തു രക്ഷകനാണ്, ക്രിസ്തുവാണ് നമ്മുടെ നാഥനും ഗുരുവും കർത്താവും. അവനെ യഥാർത്ഥത്തിൽ ആശ്രയിച്ചാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കും, രക്ഷ പ്രാപിക്കും, നിത്യരക്ഷയിൽ നമ്മൾ ജീവിക്കും. ഈ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും ഈ സുവിശേഷമാണ് പ്രഘോഷിക്കേണ്ടത്. ദൈവം സ്നേഹമാണ്. അവൻ നിങ്ങളെ സൗഖ്യപ്പെടുത്തും, നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കും, നിങ്ങളെ എല്ലാ രീതിയിലും സുരക്ഷിതമായ പാതയിലൂടെ നിങ്ങളെ ദൈവം വഴി നടത്തും. നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷമാണ് യൂദാഥദേവൂസും ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. നമ്മളെല്ലാവരും യഥാർത്ഥത്തില് ഈ സുവിശേഷം വായിക്കുമ്പോൾ വിചാരിക്കുന്നത്, ലോകം എല്ലായിടത്തും പോയി നമുക്ക് എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയും? നിങ്ങൾ ലോകം എല്ലായിടത്തൊന്നും പോകണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ സുവിശേഷം വിതച്ചാൽ മതി. യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിലാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ടോ, ദൈവത്തിനിടമുണ്ടോ എന്നുള്ളത് നാം ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയ സഹോദരരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മക്കൾക്ക് നാം എല്ലാം നൽകുമ്പോഴും, എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുമ്പോഴും, എല്ലാത്തിനും അപ്പുറം അവനെ അല്ലെങ്കിൽ അവളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ വളർത്താൻ നമുക്ക് സാധിക്കാതെ വന്നാൽ ആ ജീവിതം വിജയപൂർണമാകുമോ എന്ന് സംശയമാണ്. ഇന്നത്തെ ലോകത്ത് നാം കാണുന്ന ഏറ്റവും പ്രഥമവും പ്രധാനവുമായ പ്രശ്നം എന്താണെന്ന് ഈ മദർ തെരേസയോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ വിചാരിച്ചു മദർ തെരേസ പറയാൻ പോകുന്നത് പാവപ്പെട്ടവർ ഒത്തിരി പേരോട് അവരെ സഹായിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. സാധാരണ മദർ തെരേസയുടെ ആ ജീവിതം അതാണല്ലോ. പക്ഷെ മദർ തെരേസയോട് ഈ ജീവിതത്തിലെ, ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞത്, ദൈവത്തെ കൂടാതെ ജീവിതത്തിൽ വിജയം നേടാം എന്ന് മോഹിക്കുന്നതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ വിജയങ്ങളും, എല്ലാ ജീവിതത്തിന്റെ ഈ പടവുകളും കയറുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവമാണെന്നുള്ള ആ ആഴമായ വിശ്വാസത്തിൽ, ബോധ്യത്തിൽ നമ്മുടെ വരും തലമുറയെ വളർത്തുന്നതിൽ ഒരുപക്ഷെ മാതാപിതാക്കൾ എന്തുമാത്രം ജാഗ്രത പുലർത്തുന്നു എന്നത് ചിന്തനീയമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി അവരെ യഥാർത്ഥത്തില് യേശുവിനെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച്, യേശു രക്ഷകനും നാഥനും ഗുരുവും കർത്താവുമാണ്, അവനിൽ ആശ്രയിച്ച് വിശ്വസിച്ച് നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുക, നിനക്ക് രക്ഷയുണ്ടാകും എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു സുവിശേഷ ആലയമാകണം, ദേവാലയമാകണം കുടുംബങ്ങൾ. പലപ്പോഴും ഇത് സംഭവിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നടിഞ്ഞ് ഇല്ലാതാകുന്നത്. എന്റെ പ്രിയ സഹോദരരെ, ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ കുടിയിരുത്തുക,
നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെയും യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കുവാൻ വേണ്ടുന്ന പ്രാപ്തി അവർക്ക് നേടിക്കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങള് മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്താനായിട്ട് വരുമ്പോൾ വൈദികൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്ന്. എന്റെ പ്രിയ സഹോദരരെ, ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഉത്തരവാദിത്വം ചിലപ്പോൾ മറന്നു പോകുന്നുവോ എന്ന് ചിലപ്പോൾ ഇന്നത്തെ കുടുംബങ്ങളെ കാണുമ്പോൾ സംശയിച്ചു പോകുന്നു. അതെ, സുവിശേഷം പ്രഘോഷിക്കേണ്ട ഇടം നമ്മുടെ കുടുംബങ്ങളാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അവിടെ യഥാർത്ഥത്തില് നമ്മൾ യേശുവിനെ യഥാർത്ഥത്തില് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, ആ യേശുവിനെ തിരിച്ചറിഞ്ഞ് അവർ ജീവിച്ച് തുടങ്ങിയാൽ, ആ യേശുവാണ് എൻ്റെ എല്ലാം എന്നവർ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ പിന്നെയുള്ള ജീവിതം സുഗമമാകും, സന്തോഷപൂർണമാകും, വിജയപൂർണമാകും. ഇത്തരത്തില് ഈ മക്കളെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വേളയിൽ നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ ഓർക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മാതാപിതാക്കളായിട്ടുള്ള ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ ഈ ജ്ഞാനസ്നാനപ്പെടുത്തുന്ന അവസരങ്ങൾ നന്നായിട്ട് അറിയാം. അവിടെ പുരോഹിതൻ ഓരോ കുഞ്ഞിന്റെയും കാതിലും അധരത്തിലും കുരിശ് വരച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവവചനം കേൾക്കുന്നതിന് നിന്റെ ചെവുകളെയും കാതുകളെയും, ദൈവവചനം പ്രഘോഷിക്കുന്നതിന് നിന്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ എന്നാണ്. അതാണ് പറയുന്നത്. ദൈവവചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെ, കാതുകളെയും, ദൈവവചനം പ്രഘോഷിക്കുന്നതിന് നിന്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? ഈ സുവിശേഷ പ്രഘോഷണം എന്നത് ഓരോ ക്രിസ്തു ശിഷ്യന്റെയും കടമയാണ്. ഇത് നടക്കേണ്ടത് ആത്യന്തികമായിട്ട് നമ്മുടെ തന്നെ ഭവനങ്ങളിലാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ സമൂഹത്തിൽ, സഭയിൽ, എല്ലായിടവും ഈ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? യേശു തീർച്ചയായിട്ടും ഭരണം നടത്തുന്ന ആ ഒരു വ്യവസ്ഥ സംജാതമാകും. അത് ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തില് നാം ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ സംലപ്തമാകുന്നത്. എന്റെ പ്രിയ സഹോദരരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം എപ്പോഴും തുണയായിട്ടുണ്ട്. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഏറ്റവും നല്ലത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന പ്രത്യാശയിൽ മുന്നോട്ട് പോവുക. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. രണ്ടാമത്തേത്, ഈ ഒരു വിശ്വാസം ആർജിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ വിശ്വാസം പ്രഘോഷണം ചെയ്യുക. അത് നമ്മുടെ മക്കൾക്കാകാം, നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾക്കാകാം, നമ്മുടെ തൊഴിലിടങ്ങളിലാകാം. അവിടെയൊക്കെ യേശുവിൻ്റെ ആ രക്ഷയുടെ നാമം നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന നല്ല മക്കളായി തീരുക. അപ്പോഴാണ് നമ്മുടെ ഈ ക്രിസ്തു ശിഷ്യത്വം അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. ഒരു അമ്മച്ചി ഇടക്കാലത്ത് ഒരു തീരെ അവശരായിട്ട് വന്ന അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ആശുപത്രിയിൽ പോവാത്ത എന്താണ്? അമ്മച്ചി മോനെ ഞാൻ പോകാം, എനിക്ക് ആദ്യം വേറൊരു മരുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ അത് തമാശയായിട്ട് തോന്നും. കാരണം ഇന്നത്തെ ആധുനിക യുഗത്തിലാണല്ലോ നമ്മൾ ഇന്ന് ഈ പറയുന്ന ഈ ആശയവിനിമയ സ്ഫോടന ജീവിതത്തിലും സാങ്കേതിക വിദ്യകളുടെയും ശാസ്ത്ര ലോകത്തും ഒക്കെ ജീവിക്കുന്നവരാണ്. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഒന്ന് ആശുപത്രിയിൽ പോയി എത്രയും പെട്ടെന്ന് അതൊന്ന് ശരിയാക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു. അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ഈശോയെ എന്ന് ഉറക്കെ വിളിക്കും. എനിക്കിതുപോലുള്ള വേദനകളോ രോഗങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈശോയെ എന്ന് ഞാൻ ഉറക്കെ വിളിക്കും. പിന്നെ ജപമാല നെഞ്ചില് ചേർത്ത് പിടിച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും. അത് മതി, പിന്നെ ഉള്ളത് ഞാൻ പിന്നെ നോക്കാം എന്നോട് പറയും. ഞാൻ പിന്നെ മിണ്ടിയില്ല. അവരുടെ വിശ്വാസം അത് അത്രയേറെ ആഴമാണ്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഭോഷത്വമായി തോന്നാം. എൻ്റെ പ്രിയ സഹോദരരെ,
ആ അമ്മച്ചി പറഞ്ഞു, എനിക്ക് 80 വയസ്സ് കഴിഞ്ഞു, ഞാൻ ഇത്രയും കാലം ജീവിച്ചത് മരുന്നുകൾ ഒരു വശം, മരുന്നുകൾക്കപ്പുറത്ത് എന്നെ പിടിച്ചു നിർത്തിയത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ ദൈവം ഇനിയും എന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇതാണ് അമ്മച്ചി പറഞ്ഞത്. ഈ ഒരു ഏതാണ്ടൊരു 2 വർഷങ്ങൾക്ക് മുമ്പാണെന്ന്, 2 വർഷങ്ങൾക്ക് അപ്പുറത്ത് എന്നാണ് ഞാൻ കരുതുന്നത്, ഒരു യുവാവ് ഭാര്യയും ഒരു കുഞ്ഞുമായിട്ട് വന്നു. അവൾ സംസാരിച്ചതിനിടയ്ക്ക് അവൻ വളരെ വിഷമത്തോടെ ആ യുവാവായ ഭർത്താവ് എന്നോട് പറഞ്ഞു, പിതാവേ, വളരെയേറെ അസ്വസ്ഥനാണ് ഞാൻ, വളരെയേറെ വിഷമതകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്കറിയാത്ത ഒരവസ്ഥ. ഇന്നലകളുടെ വലിയ രോദനങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് എന്നതിന് ഉത്തരം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലാത്ത അവസരത്തില് എൻ്റെ ഭാര്യ എന്നെയും കൂട്ടി യൂദാദേവസിന്റെ അടുത്ത് പോയി എന്ന് പറയുന്നത്. ഏത് യൂദാദേവസ് എവിടെ അടുത്തിലാണ് എനിക്കറിയത്തില്ല. അപ്പോൾ യൂദാദേവസിന്റെ അടുത്ത് പോയിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും ഈ കുഞ്ഞുമായിട്ട്, ഞാൻ പറഞ്ഞു, എന്താണ് അത്രയേറെ വിഷം? ഇല്ല, എൻ്റെ നാവിൻ്റെ ഉള്ളിൽ ക്യാൻസർ ബാധിച്ചു. അത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി, വല്ലാതെ തളർത്തി, നിരാശനാക്കി. ആ അവസരത്തിലാണ് യൂദാദേവസിന്റെ മാധ്യസ്ഥം തേടിയുള്ള ഈ യാത്ര. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്കറിയില്ല, ഇപ്പൊ എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഞാനിപ്പോ പരിപൂർണ സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. ദൈവം എന്നിൽ അത്ഭുതം പ്രവർത്തിച്ചു. ഇത് യുവാവായ ഒരു ഭർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ അയാളോട് തിരുത്തി പറഞ്ഞു, ഓക്കെ, യൂദാദേവസിന്റെ മാധ്യസ്ഥത്തിലൂടെ യേശുവാണ് നിന്നെ സൗഖ്യപ്പെടുത്തിയത്, യേശുവാണ് ആ സൗഖ്യം നിനക്ക് സമ്മാനിച്ചത്. കാരണം യൂദാദേവസ് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ആരെയാണ്? യേശുവിനെയാണ്. യഥാർത്ഥത്തിൽ യൂദാദേവസിനോട് ഓരോ പ്രാർത്ഥനയിലൂടെയും ഓരോ അപേക്ഷയിലൂടെയും നമ്മൾ മുന്നോട്ട് വരുമ്പോൾ യൂദാദേവസ് നമ്മളെ യേശുവിലേക്ക് നയിക്കുകയും യേശുവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് യേശുവിലൂടെ നമുക്ക് വേണ്ടുന്നത് പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. സൗഖ്യം തരുന്നു, രക്ഷ നൽകുന്നു, ജീവിതത്തിലെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നൽകുന്നു. അതെ, യൂദാദേവസിന്റെ പക്കലേക്ക് വരുന്നവരെ യൂദാദേവസ് യേശുവിലേക്ക് നയിക്കുന്നു. യേശു വഴി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നൊരു തിരുത്ത് കൊടുത്ത് ഞാൻ അയാളുമായിട്ട് സംസാരിച്ച് നിർത്തിയതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്റെ പ്രിയ സഹോദരരെ, അതെ, ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. ഓരോ അവസരത്തിലും ദൈവം നമ്മോട് കൂടെ യാത്ര ചെയ്യുന്നു. നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ രോഗത്തിലും തളർച്ചയിലും പരാജയത്തിലും എല്ലാം ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഇതാണ് സുവിശേഷം. പ്രതീക്ഷ, പ്രത്യാശ, സന്തോഷം നൽകുന്നതാണ് സുവിശേഷം. അത് യേശുവാണ്. ഇത് എല്ലാവരോടും പ്രഘോഷിച്ചവനാണ് വിശുദ്ധ യൂദാദേവസ്. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ ഈ സുവിശേഷം നമ്മുടെ മക്കൾക്ക് പകർന്നുകൊണ്ട്, നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളുമായി പങ്കിട്ടുകൊണ്ട്, എല്ലാവരുമായിട്ട് ഈ സുവിശേഷത്തിന്റെ സന്തോഷം പങ്കിട്ട് വിശുദ്ധ യൂദാദേവസിനെ അനുകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.